ഇവിടുത്തെ ഒരു ചെറിയ വീട് പോലെ ഉണ്ടാക്കി വെച്ചേക്കുന്ന എൻ്റെ അകത്തുള്ള സെറ്റപ്പുകളാണ് കേട്ടോ ഇതെല്ലാം. ഇതെല്ലാം അതിൻ്റെ റൂഫേന്ന് ഗ്ലാസ് പീസുകൾ, ഒത്തിരി സംഭവങ്ങൾ തൂങ്ങിക്കിടക്കുന്നു. പലതരത്തിലുള്ള പ്രതിമകൾ, മാസ്ക്, ഇങ്ങോട്ട് വരുമ്പോഴും അതുപോലെ തന്നെ മുകളിൽ കല്ലിൻ്റെ ഒരു പ്രത്യേകത നോക്കിയേ, ഒരു കല്ലാണ് പക്ഷെ നമ്മുടെ ഒരു ചിതൽപുറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു തേനീച്ചക്കൂടിൻ്റെ ഒരു ഇതുപോലെ ഇരിക്കുന്നു. അങ്ങനത്തെ തന്നെ ഇവിടെ കണ്ടോ വേറെ ഷേപ്പിലും തരത്തിലുമുള്ള കല്ലുകൾ. ഒരു ഗ്ലാസിൻ്റെ കൂജ പോലെ. ഇതെന്നതാ സാധനം ഈ കിടക്കുന്നത്? റൈനോ. ഞാൻ ഓൾറെഡി എടുത്തു അപ്പ അതിന്റെ ഫോട്ടോ. പോവാ ഇങ്ങോട്ട് വാ. നല്ല വെയിലായി തുടങ്ങിയല്ലേ? ഇതുണ്ട് ഒരു മരം പോലെ ആക്കി വെച്ചിട്ട് അതിൽ പട്ടാളക്കാരുടെ പോലത്തെ ഇതാണ് അതിൻ്റെ അകത്ത് ഉണ്ടാക്കി വെച്ചേക്കുന്നത് മൊത്തം. ആ എടുക്കുക ഞാൻ. അപ്പോൾ എല്ലായിടത്തും കണ്ടോ നമ്മുടെ മുളയുടെ കമ്പുകൾ വളച്ച് അതിനെ ഒരു ആർച്ച് പോലെയൊക്കെ ആക്കി വെച്ചേക്കുന്നു. നോക്കി ഒരു ഇലയുടെ ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇതുണ്ട് നമ്മൾ നല്ല ഹൈഡ്രാഞ്ചിയ പൂക്കൾ ഉണ്ടായി നിൽക്കുന്നു. കുറവാണ്, പക്ഷേ വേറെ സ്ഥലങ്ങളിൽ ഇത് ഒത്തിരി ഉണ്ടായി നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇതുണ്ട് ഒരു വലിയ ഒച്ചിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അമ്മ ഇവിടെ കയറി നോക്കിയായിരുന്നോ? കയറിയായിരുന്നോ? അമ്മ കയറിപ്പോ, പപ്പ പുറകെ വരാം. ആണോ? ആ പോക്കോ. അമ്മ അവിടെ പോയി ഇരിക്കുന്നുണ്ടോ? ഇല്ലേ? നീ കുനിഞ്ഞു നിൽക്കണം കുഞ്ഞാ, അല്ല എൻ്റെ തല ഇടിക്കും. അമ്മ ഫിറ്റാ.
അവിടെ ഇരുന്നോ. നല്ല തണുപ്പുണ്ടോ അതിൻ്റെ അകത്ത്? അത് ഓടിക്കല്ലേ. ഏതാ? ആ ഇതുകൊണ്ട് ഓസ്ട്രിച്ച് എന്നാ ഇത്? അല്ല എമു അല്ലേ? നമ്മുടെ 11 birds ഉണ്ട്. 11ഓ? ബേഡ്സ് ഒന്ന് വായിച്ച് നോക്കണേ. ഒരു ചെറിയ തലയോട്ടിയും ഒരു കുഞ്ഞി കാലും കൂടെ വെച്ചേക്കുന്നു. ഇതാരേ ഈ തൊട്ടിലിനകത്ത് കിടത്തിയേക്കുന്നത്? പട്ടിക്കുഞ്ഞാണോ? ആ കല്ലാന്ന് തോന്നുന്നത്. എടുത്തു ഞാൻ. അതിൻ്റെ മുകളിൽ കിടപ്പുണ്ട്. ഇതുകൊണ്ട് മുള വളച്ച് കമ്പുകൾ വളച്ച് ഒരു മീനിനെ പോലെ ആക്കി അവിടെ വെച്ചേക്കുന്നു. ഉണ്ട് വേറൊരു മീനിൻ്റെ സ്റ്റാച്ചു ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. എത്തുകയില്ല, കുഞ്ഞാൻ വെള്ളത്തിലേക്ക് പോകും. അമ്മ അതിൻ്റെ ബാറ്ററി തീർന്നു അമ്മ. കുഞ്ഞൊന്ന് മാറിക്കടി. No, I haven't, but my sister was here and she highly recommended it. We're from Baltimore, so ഇവിടെ മാഗ്നറ്റില്ലാന്ന് തോന്നുന്നല്ലോ. പലതരത്തിലുള്ള ടൈൽസുകൾ കണ്ടോ? ടൈൽസുകൾ, പിന്നെ പാത്രങ്ങൾ നമ്മുടെ കളിമണ്ണിൻ്റെ ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അതിൻ്റെ വില അവർ എഴുതി വെച്ചിട്ടുണ്ട്. 19 തൊട്ട് 49 രൂപ വരെ. ക്ലോക്കുകൾ, ഇവിടുത്തെ എല്ലാ പിക്ചേഴ്സും എല്ലാ സംഭവങ്ങളും വിൽക്കാൻ വെച്ചേക്കും കേട്ടോ. എല്ലാം ഹാഫ് പ്രൈസ് ആണെന്നാണ് അവർ പറഞ്ഞത്. എല്ലാത്തിനും നല്ല വിലയാണ്. അതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം ഒന്നും മേടിക്കുന്നില്ല, എല്ലാം കണ്ടിട്ട് പോകുന്നതേ ഉള്ളൂ. ഇവരാണിത് നടത്തിക്കൊണ്ടിരുന്ന ലേഡിയെ, ഇവരുടെ ഹസ്ബൻഡും കൂടെ ഉണ്ട്. ഇവർ 33 വർഷമായിട്ട് ഇത് നടത്തുന്നതാണെന്നാണ് പറഞ്ഞത്. ഈ സമ്മറോടുകൂടി, അതായത് ഈ വർഷം കഴിയുന്നതോടുകൂടി ഇവരിത് അടയ്ക്കുവാണ്. 33 വർഷമായിട്ട് ഇവരുണ്ട്. ഈ ഓഗസ്റ്റ് 31 ഇത് ക്ലോസിംഗ് ആണെന്നാണ് ഇവർ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇത് 1 കിലോമീറ്ററാണ് ഇതിൻ്റെ അകത്തോടെ നമ്മൾ നടക്കുന്നത്. പല പല കാഴ്ചകളും കാര്യങ്ങളും എല്ലാം ഒക്കെ കണ്ട് ഒത്തിരി കാണാനുണ്ട്. ഇവിടെ വേസ്റ്റുകളൊന്നും ഇടാനും നമുക്ക് പറ്റുകയില്ല. റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കമ്പോസ്റ്റ് ആകുന്ന രീതിയിലുള്ള വേസ്റ്റുകളാണെങ്കിൽ മാത്രമേ ഇവിടെ
പറ്റുള്ളൂ. ബാക്കി അല്ലാത്ത പ്ലാസ്റ്റിക് ഐറ്റംസ് എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ കൊണ്ടുപോകണമെന്നാണ് ഇവർ പറഞ്ഞേക്കുന്നത്. ഇവരങ്ങനത്തെ വേസ്റ്റിനെ ഡിസ്പോസ് ചെയ്യുകയില്ല, നമ്മൾ തന്നെ കൊണ്ടുപോയി കളഞ്ഞ് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി കളയണം എന്നാണ് ഇവർ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇതുണ്ടോ, ഇവിടെ ഒരു പാലം ഫുള്ള് തടി കൊണ്ടുള്ള പരിപാടി കേട്ടോ. ഇതിൽ നെറ്റ് ഇട്ടിട്ടുണ്ട്, സ്ലിപ്പാകാതിരിക്കാനായിരിക്കും. ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം. ഇതുണ്ട്, ഇതിൻ്റെ അപ്പുറത്ത് മരങ്ങളിൽ പെയിൻറ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടുത്തെ വേനൽക്കാലമാണ്, അതുകൊണ്ടാണ് വെള്ളച്ചാട്ടത്തിനൊക്കെ ഇത്ര ശക്തി കുറവ് കേട്ടോ. നമ്മുടെ തുമ്പികളുടെയൊക്കെ ഫോട്ടോസ് ഒക്കെ എടുത്ത് ഇവരിവിടെ വലിയതായിട്ട് വെച്ചിട്ടുണ്ട്. ഉണ്ട്, ശരിക്കും ഒരു കാടായിട്ടുള്ള പ്രദേശമാണ് കേട്ടോ ഇത്. നല്ല രസമായിട്ടുണ്ട്. ഇത് നോക്കിക്കേ, ആ മരത്തേൽ ഗ്ലാസ് പീസുകളൊക്കെ വെച്ച് ഒരു സ്റ്റാർ പോലെ എന്തോരെണ്ണം ഉണ്ടാക്കി വെച്ചേക്കുന്നത് കണ്ടോ. ഒരു സ്റ്റാച്യുവിനെ ഉണ്ടാക്കി, അത് കയറയിലാണെന്ന് തോന്നുന്നു. നമ്മുടെ മറ്റേ സർക്കസിലൊക്കെ കാണുന്നത് പോലത്തെ പരിപാടി പോലെ ആയിട്ട് ഉള്ളത് ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് തൂക്കി വെച്ചേക്കുന്നത്. നമ്മുടെ തുമ്പിയുടെ ഒരു സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചേക്കുന്നു. ഭയങ്കര വലിപ്പത്തിലുണ്ട് കേട്ടോ. ഇതിപ്പം വീഡിയോയിൽ കാണുമ്പോൾ അത്രയും വലിയ വലിപ്പം തോന്നുമോയെന്നറിയില്ല, എങ്കിലും നെറ്റ് വെച്ച് കുറുക്കൻ്റെ ഇതുണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇതുണ്ടോ, ഇവിടുത്തെ എല്ലാം തന്നെ ഇങ്ങനെ മുള വളച്ച് കെട്ടിയിട്ട് അതുകൊണ്ട് ചെറിയ കുടിലുകൾ പോലെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഒത്തിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ ഇതിൻ്റെ അകത്ത്. ഇവിടെ കാടിൻ്റെ അകത്ത് ഒത്തിരി സാധനങ്ങൾ ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, വീണ്ടും മുള വെച്ച് വളച്ച് കെട്ടി വെച്ചിരിക്കുന്നത്. ആ മുളയെല്ലാം അവിടെ തന്നെ വളരുന്നതിൻ്റെ മുകൾ ഭാഗം വളച്ച് അവർ റെഡിയാക്കി വെക്കുന്നതാണ്. തടി വെച്ച് ഇരിക്കാനുള്ള ഒരു ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇരിക്കാനല്ല, ശരിക്കും പറഞ്ഞാൽ അതൊരു ടേബിൾ പോലെ. അതുകൊണ്ട് ഇരിക്കാൻ അവിടെ തടി കട്ട് ചെയ്ത് വേറൊന്നും വെച്ചിട്ടുണ്ട്. മുള കൊണ്ടുള്ള അടുത്ത സംഭവം. നോക്കിയ ഒരു സ്പൈഡറിൻ്റെ പോലെ അത് വേരയിൽ ബാക്കി കമ്പുകൾ തടി കഷ്ണങ്ങളൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടാക്കിയേക്കുന്ന കേട്ടോ. സ്പൈഡറാണോ ഞണ്ടാണോ അത്? സിൽവർ ഫിഷ്, ഇതെന്താ സംഭവം എന്ന് എനിക്കും കറക്റ്റ് അറിയത്തില്ല കേട്ടോ. എന്താണേലും അവരതിൻ്റെ ഇതിനെ ഉണ്ടാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഉറുമ്പിൻ്റെ സ്റ്റാച്യു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
ഭയങ്കര ക്രിയേറ്റിവിറ്റി കേട്ടോ ഇതിൻ്റെ അകത്ത്. ഞാൻ ഒന്ന് സൂം ചെയ്ത് നോക്കുവാണേ. ഒരു മുഖം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ. കാണാമെന്ന് തോന്നുന്നു അല്ലേ? നീ കറക്ക്, ഞാൻ കാണിക്കാം. ഹ്യൂമൻ ബീയിങ് എഴുതിയേക്കുന്നുണ്ടോ? ഈ കൊച്ചിൻ്റെ പോലെയാണെന്ന് തോന്നുന്നു അവരവിടെ ഉദ്ദേശിച്ച് ഉണ്ടാക്കി വെച്ചേക്കുന്നത് കേട്ടോ. ഇത് പാമ്പിനെ കുറിച്ച് ഉണ്ടാക്കി വെച്ചേക്കുന്ന സ്ഥലമാണ്. നോക്കിയാൽ മരത്തിൻ്റെ കമ്പയിൽ പാമ്പിൻ്റെ തലയൊക്കെ ഷേപ്പാക്കി വെച്ച് അതിൻ്റെ ഷേപ്പ് ഉണ്ടോ. ഏഞ്ചൽസിനെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് മരത്തിൽ. ഹലോ. അതിൻ്റെ തൊട്ടടുത്ത് ഇത് കണ്ടോ, വേറൊരെണ്ണം മരം കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഒരു മാനിനെ പോലെയാണോ മുയലിനെ പോലെയാണെന്ന് തോന്നുന്നു. അടുത്ത തലകളും ഉണ്ടാക്കി വെച്ചേക്കുന്നു. ഇത് ഒരു എട്ടുകാലിയും ഉണ്ടാക്കി വെച്ചേക്കുന്നു. മരത്തിൻ്റെ പേരെന്ന് തന്നെ താഴെ നൂല് കെട്ടി എട്ടുകാലി വല പോലെ എല്ലാം സെറ്റാക്കി വെച്ചേക്കുന്നത്. അടുത്ത ഐറ്റം ഒരു ചീറ്റ. ഒന്നും കൂടെ കാണിക്കാവേ. ഈ സൈഡിൽ നിന്ന് ഇപ്പോൾ വെയിൽ കൂടുതലാണെന്നൊരു ഡൗട്ട്. ഇതിൻ്റെ അകത്ത് മൊത്തം ഗ്ലാസ് പീസസ് ആണ് ഒട്ടിച്ചേക്കുന്നത്. നമ്മൾ അതിൻ്റെ അകത്ത് മൾട്ടിപ്പിളായിട്ട് കാണാം. അത് തന്നെയല്ല, വെയിലടിക്കുമ്പോൾ അത് നല്ലൊരു റിഫ്ലക്ഷൻ ആയിട്ടുള്ളത്. അടുത്ത മരക്കമ്പുകൾ വെട്ടി അടുത്ത സിറ്റിംഗ് ഏരിയ. ഓക്കെ, അതിൻ്റെ അകത്തോടെ നടക്കുന്ന വഴികളൊക്കെ സൈഡിൽ ഇങ്ങനെ ആ കമ്പുകൾ. എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ മുളകൾ കൊണ്ടുള്ള പരിപാടി എല്ലായിടത്തും അവർ അതിനെ തന്നെ വളച്ച് രണ്ടുപേർ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യും നീട്ടി നിൽക്കുന്നത് പോലെയുള്ള സ്റ്റാച്ചു കേട്ടോ. അതുപോലെ തന്നെ അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. അവിടെ ഒരു വലിയ രണ്ട് കണ്ണും ഒക്കെ ആയിട്ട് വേറൊരു സംഭവത്തിനെ, അതും മരത്തിൻ്റെ കമ്പുകളും വേരും തന്നെയാണ് മൊത്തം. ആ അതെ അതെ. നോക്ക് ബേർഡ്സിന് വേണ്ടി കുഞ്ഞു. കല്ലേൽ കുത്തി വെച്ചേക്കുന്നുണ്ടോ പാമ്പിനെയും. മീനിൻ്റെ എന്തൊക്കെയോ ഇതാണ് സ്റ്റാച്യൂസ് അതേ കുത്തി വെച്ചേക്കുന്നത്. എനിക്ക് പറ്റില്ല. അതെയോ? അത് ഒരിക്കലും നടക്കാത്തതുകൊണ്ടാ. ഇതുണ്ട്, ഡൈനോസറുകളുടെ ഏരിയ ആണ് കേട്ടോ ഇത്. പ്ലാസ്റ്റിക്കുകളും പാട്ടയും ഒക്കെ വെച്ച് ഡൈനോസറുകളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ഏരിയസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവരെ. നമുക്ക് വേണമെങ്കിൽ ഒന്നിരുന്ന് വിശ്രമിക്കാം.
ഉണ്ടോ, അവിടെ ഉണ്ട് തടി വെച്ചുള്ളൊരു ചെയർ പോലെ. അല്ല, ഡൈനോസറിനെ ഉണ്ടാക്കി വെച്ചേക്കുന്ന സ്ഥലത്ത് കമ്പുകൾ വെച്ച് അതിൻ്റെ സ്കെലിറ്റൺ അതും ഉണ്ടാക്കിയിട്ടുണ്ട്. അടുത്ത സ്ഥലം ആനകൾക്ക് വേണ്ടിയുള്ളത് കേട്ടോ. മരത്തിലുള്ള ആനക്കൊമ്പും കണ്ടോ. എനിക്ക് തോന്നുന്നു ഇവർ ഈ വർഷത്തോടുകൂടി ഇവിടെ നിർത്തുമായതുകൊണ്ടാണെന്ന് തോന്നുന്നു, മെയിൻ്റനൻസ് അധികം ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു. അതുകൊണ്ട് എല്ലാം പതുക്കെ ദ്രവിച്ച് പോകാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അറിയില്ല കേട്ടോ നേരത്തെ ഇതിങ്ങനെയാണെന്ന്. ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഞങ്ങളിങ്ങോട്ട് വരുന്നത്. കുരങ്ങനിൽ നിന്ന് മനുഷ്യൻ്റെ പരിണാമത്തിനെയാണോ ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. ഫുള്ള് വായിക്കാൻ നിൽക്കുന്നില്ല കേട്ടോ. മങ്കി. പിന്നെ ഞങ്ങളുടെ ഇളയ കൊച്ചു മങ്കിയിൽ നിന്നുള്ള പരിണാമം. ഇവിടെ മരങ്ങളിൽ ഉള്ള സംഭവങ്ങളാണ് കേട്ടോ. റെഡ് സ്ക്വിറൽ, ഇങ്ങനത്തെ എല്ലാത്തിനെ കുറിച്ചും ഇവിടെ ഇൻഫർമേഷൻസും ഉണ്ട്. ഇവരെ മനുഷ്യൻ്റെ പരിണാമം ആണ് ഇവിടെ കാണിച്ചേക്കുന്നത് കേട്ടോ. പഴയ കാലത്തുനിന്ന് തുടങ്ങി ഇപ്പോൾ വരെ ഉള്ളതിൻ്റെ പല പല ഫോട്ടോകൾ. അങ്ങനെ നമ്മുടെ മഹാത്മാഗാന്ധി വരെ ഉണ്ട് കേട്ടോ. ഡൽഹി സുൽത്താൻമാരുടേത്. എല്ലാത്തിനെക്കുറിച്ചുമുള്ള ഭയങ്കര ഇൻഫർമേഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ നോക്കി ഈ മരത്തിൻ്റെ കമ്പുകളിൽ ചെറിയ ചെറിയ എന്തോരം സ്റ്റാച്യുകളാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്ന്. അവിടെ മോളിൽ വരെ അതുണ്ട്. ഇവിടെ വേറൊരു കാര്യമുണ്ട്, അതൊന്ന് കാണിക്കാവേ. The most destructive animal that ever lived. Open with care. Please keep locked. അത് നല്ല ഐഡിയ ആയിരുന്നു കേട്ടോ. അതിൻ്റെ അകത്ത് വെച്ചേക്കുന്ന ഒരു കണ്ണാടിയാണ്, ഒരു മിററാണ്. അത് സത്യമല്ല, ഏറ്റവും നശിപ്പിക്കുന്ന ആനിമൽ നമ്മൾ മനുഷ്യർ തന്നെയാണ്. മുമ്പേ കാണിച്ചതിൻ്റെ ബാക്കിയായിട്ടെ ചെറിയ ചെറിയ സ്റ്റാച്യുകൾ. മരത്തിൽ അത് വെയിൽ കാരണം കാണത്തില്ല. ഞാൻ ഇച്ചിരി കൂടെ മുകളിൽ കയറിയിട്ട് തിരിഞ്ഞ് നിന്നിട്ടെടുക്കാവേ. മരത്തിലൊരു തൊട്ടിൽ കെട്ടിട്ട് അതിൻ്റെ അകത്തൊരു കുഞ്ഞിനെ കിടത്തിയേക്കുന്നുണ്ടോ. അതുകൊണ്ട് മൂങ്ങാടെ സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചേക്കുന്നു. അതിൻ്റെ താഴെ നമുക്ക് വേണേൽ മൂങ്ങാടെ തലയുടെ അവിടെ കയറി നമുക്ക് ഫോട്ടോ എടുക്കാം. തടി കൊണ്ടുള്ള 2 ചെയർ. മൂന്ന് പേരും കയറി ഇരിപ്പുണ്ട് കേട്ടോ. ഞങ്ങൾ കാട് നടന്ന് തീരാറായെന്ന് തോന്നുന്നു കേട്ടോ.
ഇനി ഏകദേശം ചുറ്റും ഒത്തിരി നല്ല മരങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. Yeah. ഇതിലല്ലേ അപ്പൊ ഇനി അമ്മോ അല്ല അങ്ങോട്ടാണ്. This way? Which way we go? Daddy, which way we go? ദ കോൾ ഓഫ് നേച്ചർ എന്താണെന്ന് മനസ്സിലായോ? Which way we go? ടോയ്ലറ്റ്. അതിൻ്റെ അടുത്ത് പഴയ ഒരു ഫോണും വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോഴത്തെ ഒരു ഫോണും അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ട് കടക്കാൻ പറ്റില്ല, ഫെൻസിൻ്റെ അപ്പുറത്തേക്ക് പോരുന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ഇച്ചിരി കൂടെ അകത്തിട്ട് കോൾ ഓഫ് നേച്ചർ ഒന്ന് കാണിച്ചു തരാം. പ്രകൃതിയുടെ വിളി. വെയിൽ കാരണം ക്ലിയർ ആകുന്നുണ്ടോയെന്ന് അറിയില്ലെങ്കിലും ഇതുണ്ടോ ഒരു സ്റ്റെപ്പ് കയറുന്നതിൻ്റെതാണ്. താഴെ നിന്ന് വലിയ ഷൂകളിൽ ചെന്ന് മുകളിലെത്തുമ്പോഴത്തേനും കണ്ടോ ഏറ്റവും ചെറിയ ഷൂവിലേക്ക് എത്തുന്നത്. അവിടെ കൊണ്ട് അത് തീരുവാണേ. ഒരു കാല് മാത്രം മണ്ണിൽ താന്നിരിക്കുന്നത് കണ്ടോ. Head, shoulder, ഒരു തേനീച്ച അല്ലെങ്കിൽ നമ്മുടെ വണ്ട് എന്ന് പറയുന്ന സാധനം. റീസൈക്ലിംഗ് ബഗ് എന്നാണ് അവർ പറഞ്ഞേക്കുന്നത് കേട്ടോ. അതിനാ അത്യാവശ്യം നടന്ന് മടുത്തതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്തോട്ട് നടക്കാൻ പോകുന്നില്ല. ഇതൊരു സർക്കിളായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുവാണ്. നമുക്ക് അതിൻ്റെ അകത്തോട്ട് വട്ടം കറങ്ങി അകത്തും മിഡിൽ ചെന്നിട്ട് വീണ്ടും തിരിച്ച് നടക്കാം. ഉണ്ടോ പുറത്തൂടെ പോയപ്പോൾ ഞാൻ എടുത്തായിരുന്നു ഇതിൻ്റെ വീഡിയോയെ. അപ്പോൾ ആ സൈഡ് വെയിലായതുകൊണ്ട് തീരെ കാണത്തില്ല. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഗ്ലാസ് തൂക്കിയിട്ടേക്കുന്ന ഒരു സ്റ്റാർ പോലെ തന്നെ. ഞാൻ ഈ മരത്തിനെ ഒന്ന് റൗണ്ട് അടിച്ച് നോക്കാം. വെയിലായി അപ്പോൾ അത് ഗ്ലാസും കൂടെ ആയതുകൊണ്ട് റിഫ്ലക്ഷൻ കാരണം അധികം കാണത്തില്ലത്. വലിയൊരു കേക്കിൻ്റെ പീസുണ്ട് കേട്ടോ ലാസ്റ്റ് ആകുമ്പോഴത്തേനും. ഞങ്ങളങ്ങനെ നടന്ന് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാറെത്തിയോ കേട്ടോ. അത് പാർക്കിംഗ് ഇവിടെയാണ്. അവിടെ എത്തി ഞങ്ങൾ. ഇതാ കേട്ടോ സ്ഥലം. ആർക്കെങ്കിലും വിസിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഓഗസ്റ്റ് 31 മുമ്പ് 2025 ഓഗസ്റ്റ് 31 ഇവരുടെ ലാസ്റ്റ് ഡേ ആണ് ഇവിടെ. ദ ഈവ് എക്സ്പീരിയൻസ് പോർക്കിനും കെറിക്കും ബോർഡറിലായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ.